പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 18ാം ലോക്സഭയിലേക്കുള്ള എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 26-ന് ആരംഭിച്ച് ജൂൺ 1-ന് ആയപ്പോഴേക്കും 7 ഘട്ടം തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, പോളിംഗും കഴിഞ്ഞു. അന്ന് വൈകിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നു. ജൂൺ 1-ാം തീയതി വൈകിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വന്ന ഏതാണ്ടൊരു 10-ലധികം ഏജൻസികളുടെ എക്സിറ്റ് പോളുകളിലും BJP ആയിരിക്കും അധികാരത്തിലേക്ക് വരിക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ആ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ജൂൺ 1-ാം തീയതി വൈകിട്ട് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ എത്രത്തോളം ശരിയായിരിക്കും, അല്ലെങ്കിൽ അത് ശരിയോ തെറ്റോ എന്നത് സംബന്ധിച്ച് എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, പ്രധാനമായും 5 ഏജൻസികളാണ് കേരളത്തിൻ്റെ 20 സീറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള പ്രവചനം നടത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഏജൻസി ആയിട്ടുള്ള ഇന്ത്യ ടുഡേ മൈ ആക്സിസ് അവർ പറയുന്നത് UDF-ന് 17 മുതൽ 18 വരെ സീറ്റ്, LDF-ന് 0 മുതൽ 1 സീറ്റ് വരെ, അതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 2 മുതൽ 3 സീറ്റുകൾ വരെ. അതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ്. അടുത്തത് ABP സി വോട്ടറാണ്. ABP സി വോട്ടർ UDF-ന് 17 മുതൽ 19 വരെ സീറ്റ് കൊടുക്കുമ്പോൾ LDF-ന് 0 സീറ്റും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 1 മുതൽ 3 വരെ സീറ്റും കൊടുത്തിരിക്കുന്നു. അടുത്തത് ടൈംസ് നൗ ETG എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കണ്ടെത്തലാണ്. അതിൽ 14 മുതൽ 15 വരെ സീറ്റ് UDF-ന് കൊടുത്തിരിക്കുന്നു, 4 സീറ്റ് LDF-നും BJPക്ക് 1 സീറ്റും കൊടുത്തിരിക്കുന്നു. അടുത്തത് CNN ന്യൂസ് 18 ആണ്. അവർ 15 മുതൽ 18 വരെ സീറ്റ് UDF-ന് കൊടുത്തിട്ടുണ്ട്, 2 മുതൽ 5 വരെ സീറ്റ് LDF-ന് കൊടുത്തിട്ടുണ്ട്, BJPക്ക് 1 മുതൽ 3 സീറ്റ് വരെ കൊടുത്തിരിക്കുന്നു. അടുത്തത് ഇന്ത്യ TV CNX ആണ്. CNX അവർ UDF-ന് 13 മുതൽ 15 വരെ സീറ്റും, LDF-ന് 3 മുതൽ 5 വരെ സീറ്റും, BJPക്ക് 1 മുതൽ 3 വരെ സീറ്റും കൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് പൊതുവിലുള്ളൊരു നിരീക്ഷണം നമ്മൾ നടത്തുമ്പോൾ വലിയ ഒരു വിജയത്തിലേക്ക് UDF പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് പൊതുവിൽ പറയാൻ കഴിയുന്നത്. ചില സർവേകൾ 17 മുതൽ 19 വരെ സീറ്റ് കൊടുക്കുന്നു, ചില സർവേകൾ 13 മുതൽ 15 വരെ കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു 15 മുതൽ 19 വരെ സീറ്റിലേക്ക് UDF പോകാനുള്ള സാധ്യത. LDF-ന് ഒരു സർവേ 0 മുതൽ 1 വരെ കൊടുക്കുന്നു, വേറൊന്ന് 0 കൊടുക്കുന്നു, വേറൊന്ന് 4 കൊടുക്കുന്നു. എന്തായാലും 0 മുതൽ 5 വരെ LDF പോകാം എന്നുള്ളതാണ് LDF-ന്റെ ഒരു അവസ്ഥ. എന്നാൽ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ് എന്നുള്ള നിലയിലാണ് ഈ സർവേകൾ എല്ലാം പറഞ്ഞിട്ടുള്ളത്. BJPക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ. സുഹൃത്തുക്കളെ, ഇത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ. അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വിശകലനത്തിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എന്ന് പറയുന്ന ഇവരുണ്ടല്ലോ, ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ, അവരൊരു സുപ്രധാന നിരീക്ഷണവും കൂടി നടത്തിയിട്ടുണ്ട്. അവർ ഓരോ മുന്നണിക്കും കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് UDF-ന് 41% വോട്ടും LDF-ന് 27% വോട്ടും. LDF-ന്റെ വോട്ട് കുത്തനെ കുറയുന്നു എന്നർത്ഥം. LDF-ന് 29% വോട്ടും BJPക്ക് 27% വോട്ടും 2 മുതൽ 3 വരെ സീറ്റും. ഇതാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ സർവേയിൽ ഉള്ള അവരുടെ കണ്ടെത്തൽ. അപ്പോൾ ഇത് വളരെ നിർണായകമാണ്. എന്താണ്? UDF വോട്ട് ശതമാനം കൂട്ടുന്നു, LDF-ന്റെ വോട്ട് കുത്തനെ കുറയുന്നു, 29% കുറയുന്നു. അത് 35-ന് മുകളിൽ ശതമാനം വോട്ടുള്ളവരാണ് LDF. 35 മുതൽ 40-നടുത്ത് വരെ ശതമാനം വോട്ടുള്ളവരുടെ വോട്ട് ശതമാനം 29-ലേക്ക് കുറയുന്നു. BJPയുടെ വോട്ട് ശതമാനം 27-ലേക്ക് വർദ്ധിക്കുന്നു. BJPക്ക് ഏറ്റവും അവസാനം കിട്ടിയത് ഒരു 13-14% വോട്ടാണ്.
ആ 14% വോട്ടിൽ നിന്ന് ബി ജെ പിയുടെ വോട്ട് ശതമാനം 13 വർദ്ധിക്കുന്നു. 13 കണ്ട് വർദ്ധിച്ച് 27 ആവുന്നു. സി പി എമ്മിൻ്റെത് എന്ത് വന്നാലും 35 ആയിരുന്നത്, അല്ലെങ്കിൽ 35 മുകളിലായിരുന്നു 29 ആകുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു സൂചനയുണ്ട്. അതായത് എൽ ഡി എഫിൻ്റെ വോട്ട് കുറയുമ്പോഴാണ് ബി ജെ പിയുടെ വോട്ട് കൂടുന്നത്. എന്തായാലും നമുക്ക് അതിനകത്തേക്ക് വിശദമായി പോകാം. എന്തായാലും 3 നിരീക്ഷണങ്ങളാണ്. 1, യു ഡി എഫിൻ്റെ വോട്ട് കൂടുന്നു. 2, എൽ ഡി എഫിൻ്റെ വോട്ട് കുത്തനെ കുറയുന്നു. 3, ബി ജെ പിയുടെ വോട്ട് കുത്തനെ കൂടുന്നു. അപ്പോൾ ഇതിൽ സ്വാഭാവികമായും എക്സിറ്റ് പോളിൽ മതിമറഞ്ഞ് ബി ജെ പി ക്യാമ്പ് താമര വിരിയില്ലെന്ന് എൽ ഡി എഫ് യു ഡി എഫ്. അപ്പോൾ എക്സിറ്റ് പോളിൽ മതിമറന്ന് നിൽക്കുന്നു. അവർ തൃശ്ശൂർ എന്തായാലും ജയിക്കും, തിരുവനന്തപുരത്തും ജയിക്കാനുള്ള സാധ്യത, ആറ്റിങ്ങലും ജയിക്കാനുള്ള സാധ്യത എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ കെ മുരളീധരൻ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാവുക കോഴിമുട്ടയുടെ ആകൃതി എന്നാണ്. എക്സിറ്റ് പോൾ ഫലം കണ്ട് വി മുരളീധരൻ ബോധം കെട്ട് കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ സർവേ ഫലം കണ്ട് വി മുരളീധരൻ MLA ബോധം കെട്ട് കാണുമെന്ന് കെ മുരളീധരനെ ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ടാണിത്. അദ്ദേഹം പോലും ജയം പ്രതീക്ഷിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമെന്ന് വി മുരളീധരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും കെ മുരളീധരൻ. തൃശ്ശൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പാണെന്നും മുരളീധരൻ പറഞ്ഞു. സുരേഷ് ഗോപി 3ാം സ്ഥാനത്തായിരിക്കും എത്തുക. സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തിയാൽ 1ാം പ്രതി പിണറായി വിജയനായിരിക്കും. തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളിലും 7 നിയോജക മണ്ഡലങ്ങളിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരുന്നു. തൃശ്ശൂരിലോ നാട്ടികയിലോ ബി ജെ പി 2ാം സ്ഥാനത്തേക്ക് വന്നേക്കാം. കുറഞ്ഞത് 4 ലക്ഷം വോട്ടെങ്കിലും യു ഡി എഫിന് ലഭിക്കും. പരമാവധി 25,000 വോട്ട് മാത്രമേ ബി ജെ പിക്ക് കൂടുകയുള്ളൂ. എൽ ഡി എഫിൽ നിന്ന് ക്രോസ് വോട്ടിംഗ് നടന്നാൽ മാത്രമേ ബി ജെ പി 2ാം സ്ഥാനത്തെത്തുകയുള്ളൂ. കോഴിമുട്ടയുടെ ആകൃതിയായിരിക്കും കിട്ടുകയെന്നും മുരളീധരൻ പറഞ്ഞു. 48 മണിക്കൂർ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചിത്രം കിട്ടും. മോദിക്ക് കൈ കൊടുക്കാൻ ഒരാൾ പോലും ഡൽഹിയിലേക്ക് പോകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. കെ മുരളീധരൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്, അതായത് യു ഡി എഫിൻ്റെ എൻ്റെ സീറ്റുകൾ, എൽ ഡി എഫിൻ്റെ സീറ്റുകൾ, അത് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ നിരീക്ഷണം ഞാൻ അവസാനത്തേക്ക് വെക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ വിശദമായി ഞാനൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ പ്രകടനം സംബന്ധിച്ചിട്ടാണ്. എല്ലാ സർവേകളും ഏതാണ്ട് 4-5 സർവേ ഇടന്നിൽ ആ സർവേകളെല്ലാം തന്നെ 1 മുതൽ 3 വരെ സീറ്റ് എന്ന് പറയുന്നു. അതിൽ ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ എന്ന് പറയുന്നവർ 2 മുതൽ 3 വരെ സീറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല 29% ആയിട്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടും എന്നും അവർ പറയും. ഇതാണ് ഞാൻ വിശദമായി എടുത്തുനിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ബി ജെ പിക്ക് ഇവിടെ സീറ്റ് കിട്ടും എന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ടല്ലോ എക്സിറ്റ് പോളിൽ വരുന്നത്. 2019 ബി ജെ പിക്ക് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്ന് എക്സിറ്റ് പോളിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടും എന്ന് എക്സിറ്റ് പോളുകാർ പറഞ്ഞിരുന്നു. അപ്പോൾ 2014 മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2014 2019 2021 ഉൾപ്പെടെ ബി ജെ പിക്ക് സീറ്റ് കിട്ടും എന്ന് എക്സിറ്റ് പോളുകാർ പറഞ്ഞിരുന്നു. അതെന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളൊന്ന് വന്നാലോ. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 2 മുതൽ 3 വരെ സീറ്റ്, അല്ലെങ്കിൽ 1 മുതൽ 3 വരെ സീറ്റ് എന്ന് പറയുന്നു. അതിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ഈ 3 സീറ്റുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് ഈ സർവേയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതിൽ തൃശ്ശൂരിലുണ്ടാവാനിടയുള്ള സാധ്യത എന്താ? അതിനെക്കുറിച്ചിട്ട് മുരളീധരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. തൃശ്ശൂരിൽ വളരെ കടുത്ത മത്സരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കടുത്ത മത്സരം നടന്ന ഒരു മണ്ഡലമായ ഏതാണ് എന്നോട് ചോദിച്ചാൽ അത് തൃശ്ശൂർ തന്നെ ആയിരിക്കും എന്നുള്ളതായിരിക്കും എൻ്റെ മറുപടി. പക്ഷേ തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കും, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയാൻ കഴിയുമോ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. ടൈറ്റായിരുന്നു മത്സരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള സി പി എംകാർ വ്യാപകമായി ഇക്കുറി കെ മുരളീധരന് വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും കൂടുതൽ അഴിമതിവൽക്കരിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ജീർണിക്കപ്പെട്ട ഒരു പാർട്ടി തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കരുവന്നൂർ ബാങ്ക് കൊള്ളയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ജീർണത ബാധിച്ച പാർട്ടികളിലൊന്ന് തൃശ്ശൂർ പാർട്ടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ അടിത്തട്ടിലുള്ള സി പി എംകാരുടെ ഏറ്റവും വലിയൊരു വികാരം അവിടുത്തെ ഇപ്പോൾ എം വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിനെതിരായിരുന്നു എന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു സംശയം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും
തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയുടെ അടിത്തട്ടിലുള്ള സാധാരണ പാർട്ടിക്കാരുടെ സംശുദ്ധരായിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വിരോധം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് CPM നേതൃത്വത്തിനെതിരായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ആ സാഹചര്യത്തിൽ ആ വലിയ വിഭാഗം CPMൻ്റെ താഴെത്തട്ടിലുള്ള അണികൾ CPM നേതൃത്വത്തോടുള്ള അവരുടെ പ്രതിഷേധം, അവരുടെ വിരോധം തീർക്കാൻ അവരാദ്യത്തെ ഒരു ഓപ്ഷനായി കാണാൻ സാധ്യതയുള്ളത് K. മുരളീധരനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നേതൃത്വത്തോട് വിരോധമുള്ള CPMൻ്റെ 10,000-കണക്കിന് വരുന്ന അണികൾ ഒരിക്കലും K. മുരളീധരന് പകരം സുരേഷ് ഗോപിയെ തങ്ങളുടെ ഒരു ഓപ്ഷനായി കാണും എന്നെനിക്ക് തോന്നുന്നില്ല. ആ സാഹചര്യത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിന് K. മുരളീധരൻ അവിടുന്ന് വിജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്നാൽ CPMൻ്റെ വോട്ടുകൾ അവിടെ BJPയിലേക്ക് പോയിട്ടുണ്ടോ എന്നോട് ചോദിച്ചാൽ ഉണ്ടാവാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ മറുപടി. കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ BJPക്കാരൻ അവിടെ ജയിക്കേണ്ടത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാരുടെ ആവശ്യമാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? പിണറായി വിജയനോട് BJP അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലപേശൽ തന്ത്രമെന്നുള്ള നിലയിലാണ് പിണറായി വിജയനെതിരെ ഒട്ടേറെ തെളിവുകൾ ഉണ്ടായിട്ടും BJP ഗവൺമെൻറ് നീങ്ങാതിരുന്നത് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ അവിടെ നടത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ചോദിക്കാവുന്നൊരു ചോദ്യം, പാർട്ടി അണികൾ BJPക്ക് വോട്ട് ചെയ്യുമോ? അതെങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരാവുന്നത്. അതിനൊരു സെൻസും ഉണ്ട്. കാരണം പാർട്ടിക്കാരോട് നേരിട്ട് ചെന്ന് BJPക്കാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും അവിടെ ചില സാധ്യതകൾ കിടപ്പുണ്ട്. അതായത് BJPക്കാർക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി ഒരാഹ്വാനമൊന്നും നടത്തുകയുമില്ല. അത് നടത്തിയാൽ ഏക്കില്ല എന്നുള്ളതും നേതൃത്വത്തിനറിയാം. പക്ഷേ എന്നാലും ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച്, ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച്, ചില പ്രത്യേക രീതിയിൽ കൂടി ആ ആഹ്വാനം നടത്താൻ ഒരു ബുദ്ധിമുട്ടും ഈ പാർട്ടിയിലില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താ? TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് TP ചന്ദ്രശേഖരനെ വധിക്കാനുള്ള തീരുമാനം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും അറിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ചില നേതാക്കന്മാർക്ക് അതറിയാമായിരുന്നു. ആ സെലക്റ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാർ വഴിയാണ് ഈ TP ചന്ദ്രശേഖരനെ വധിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്ന് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് CPMൻ്റെ അണികളോട് പൊതുവിലുള്ള ഒരു ആഹ്വാനം നടത്തുന്നതിന് പകരം ചില നേതാക്കന്മാർ വഴി ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ബൂത്തിലും ഒരു 25 വോട്ട് വീതം സുരേഷ് ഗോപിക്ക് മറിക്കണം എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഈ പാർട്ടി ഇല്ല എന്നുള്ളത് വസ്തുതയല്ലേ. സംസ്ഥാന തലത്തിൽ പിണറായി വിജയൻ മുതൽ തൃശ്ശൂർ ജില്ലയിൽ MK കണ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി അവിടെ ജയിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ അവരകത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അടുത്ത തവണ BJPക്കാർ അധികാരത്തിൽ വന്നാൽ BJP അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ സ്വാഭാവികമായും MK കണ്ണൻ വഴിയും MM വർഗീസ് വഴിയും ചില മണ്ഡലങ്ങളിൽ, അതാണ് മുരളീധരൻ പറയുന്ന ഈ നാട്ടിക പോലുള്ള മണ്ഡലങ്ങളുടെ, ആ മണ്ഡലങ്ങളുടെ പേര് K. മുരളീധരൻ പറയുന്നതാണ്. അപ്പോൾ MK കണ്ണനെയും MM വർഗീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കുക, BJPക്ക് വോട്ട് മറിക്കുക എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് MK കണ്ണനാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ളതാണ്. കാരണം MK കണ്ണൻ 40-50 വർഷക്കാലമായി തൃശ്ശൂരിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള MLA ആയിട്ടും അല്ലാതെയൊക്കെ പ്രവർത്തിച്ച് അടിത്തട്ടിൽ വരെ വ്യാപകമായിട്ടുള്ള ബന്ധമുള്ള ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ് MK കണ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ MK കണ്ണനെ ഉപയോഗിച്ചുകൊണ്ടും വലിയൊരളവ് വരെ MM വർഗീസിനെ ഉപയോഗിച്ചുകൊണ്ടും ചില നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPMൻ്റെ വോട്ട് BJPക്ക് മറിക്കാനുള്ള ഒരു സാധ്യത വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ശ്രീമാൻ K. മുരളീധരൻ പറയുന്നത് പോലെ ആ മറിക്കലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുരളീധരൻ പറഞ്ഞ പോലെ ഈ മറിക്കുന്നത് കൊണ്ട് 2-3 മണ്ഡലങ്ങളിൽ
നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് തൻ്റെ വിജയത്തെ അത് ബാധിക്കില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അത് ശരിയാവാനാണ് സാധ്യത. അതുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയിലേക്ക് CPM വോട്ട് മറിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വലുതാണെങ്കിലും തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിന് കെ മുരളീധരൻ അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ കാണുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാലോ? തിരുവനന്തപുരത്ത് കടുത്ത മത്സരമായിരുന്നു. തൃശ്ശൂരിന് അത്രയും കടുപ്പമേറിയതല്ലെങ്കിലും കടുപ്പമുള്ള മത്സരമായിരുന്നു തിരുവനന്തപുരത്ത്. കാരണം എന്താ, വലിയൊരു ശതകോടീശ്വരനും കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടെ മത്സരിച്ചത്. ഇവിടുത്തെ പണത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് അത്ഭുതകരമാണ് എന്നാണ് ആളുകൾ പറഞ്ഞത്. കണക്കിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ കോടികൾ ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ മണ്ഡലത്തിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയ സാധ്യതയെക്കുറിച്ചിട്ട് എനിക്ക് സംശയങ്ങളുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താ കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ വിശ്വാസ്യതയും ശശി തരൂരിൻ്റെ പ്രശസ്തിയും ശശി തരൂരിൻ്റെ ജനകീയതയും ഒന്നുമല്ല. അതൊന്നും അയാൾക്കില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അയാളിവിടെ ജനകീയനാണെന്ന് അയാൾക്ക് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്കൊരു വിശ്വാസ്യത ഉണ്ടോ എന്നും എനിക്ക് തോന്നുന്നില്ല. പല മണ്ഡലത്തിൻ്റെ പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ അയാളോട് ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ ഈ ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടാക്കലാണോ എന്ന് ചോദിച്ചെന്ന് അയാൾ അവിടെ നിന്ന് ഉണ്ടായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സമയത്ത് ഇവിടെ വരും, മോഡിക്കെതിരെ 10 പ്രസ്താവന നടത്തിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പിന്നെ കാണത്തില്ല. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് മാത്രമല്ല, പണക്കാർക്ക് വേണ്ടി മാത്രമാണ് അയാൾ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പാവപ്പെട്ടവരൊന്നും വേണ്ടിയിട്ട് നിൽക്കുന്ന ആളല്ല ഇയാൾ എന്നുള്ളത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് ഞാൻ പറയട്ടെ, വ്യക്തിപരമായി നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, അയാളാണ് ഇവിടെയും ജയിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, എൻ്റെ നോട്ടത്തിൽ ശശി തരൂർ നേരിട്ട ഏറ്റവും ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രൻ. അതായത് ആദ്യം കെ രാമേന്ദ്രൻ നായരെ നേരിട്ടു, രണ്ടാമത് ബെന്നറ്റ് എബ്രഹാമിനെ നേരിട്ടു, മൂന്നാമത് C ദിവാകരനെ നേരിട്ടു, 4ാമത്തെ തവണയാണ് പന്ന്യൻ രവീന്ദ്രൻ. ഈവൻ ബെന്നറ്റ് എബ്രഹാം പോലും പന്ന്യൻ രവീന്ദ്രനേക്കാൾ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം അയാൾക്ക് അയാളുടെ സഭയുടെ എങ്കിലും പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ വെറും ഡാം സ്ക്രിബായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ, നനഞ്ഞ പടക്കമായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഏതാണ്ട് രാഷ്ട്രീയം നിർത്തിയതുപോലുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ആ പാവപ്പെട്ട 78 വയസ്സുകാരനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എടുത്ത് ഇടുന്നത്. അയാൾക്കൊന്നും ചെയ്യാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞൊരു സ്ഥാനമുള്ളത് കൊണ്ട് അയാൾ മൂന്നാമതാകുന്നു. കുറച്ചുകൂടി ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ 4ാം സ്ഥാനത്തേക്കെങ്കിലും അയാൾ പോയനെ. അതുകൊണ്ട് മോദിയെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിൽ ഇടതുപക്ഷ വോട്ടുകൾ ഇത്തവണ ലഭിച്ചിട്ടുള്ളത് ശശി തരൂരിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഇയാളുടെ 4 തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാവുക ശശി തരൂരിനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതേസമയം അയാൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ 1% ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന് പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യവും ഉണ്ട്. പക്ഷേ അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന നിലയിൽ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകൾ ഇത്തവണ ശശി തരൂരിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത് ശശി തരൂരിന് ഗണ്യമായിട്ടുള്ള വോട്ട് ലഭിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയാണ്. മത്സ്യത്തൊഴിലാളികൾ സത്യത്തിൽ ഏറ്റവും വെറുക്കുന്നവൻ ശശി തരൂർ തന്നെയാണെന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. ഞാനത് പറയുന്നില്ല. കാരണം ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദാനിയുടെ വിശ്വസ്ത വിധേയരായി നിൽക്കുന്ന ആളാണ് ശശി തരൂർ. അവിടെ വെടിവെപ്പുണ്ടായ സമയത്ത് പോലും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ശക്തമായി നിൽക്കാത്ത ആളാണ് ശശി തരൂർ എന്നുള്ള നിലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ എതിർപ്പുമുള്ള ആളാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ശശി തരൂരിനായിരിക്കും വോട്ട് ചെയ്തിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ, അദാനിയെ ഏറ്റവും കൂടുതൽ അതിശക്തമായി പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ശശി തരൂരിനോടുള്ള എതിർപ്പ് വകവെക്കാതെ രാഹുൽ ഗാന്ധിയുടെ അദാനി വിരുദ്ധ നിലപാടുകൾക്കനുസൃതമായി അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും രാഹുൽ ഗാന്ധിക്കാണ് വോട്ട് നൽകിയിട്ടുള്ളത്. ആ രാഹുൽ ഗാന്ധിക്ക് വോട്ട് നൽകണമെങ്കിൽ ഇവിടെ കൈപ്പത്തിക്ക് കുത്താതെ നിവൃത്തിയില്ല. അവർ കൈപ്പത്തിക്കാണ് കുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ശശി തരൂരാണോ അല്ലയോ എന്നുള്ളതൊന്നും അവർ നോക്കിയിട്ടില്ല. അവർ രാഹുൽ ഗാന്ധിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വോട്ട് കൈപ്പത്തിക്ക് വീണിട്ടുണ്ട്. അതിൻ്റെ ഗുണം ശശി തരൂരുണ്ടാവും. അതുകൊണ്ട് ഇത്തവണയും ശശി തരൂർ ഇവിടെ ജയിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നുള്ളത് ആറ്റിങ്ങലാണ്.
ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ പറഞ്ഞത് ശരിയാണ്. വി മുരളീധരൻ പോലും അവിടെ ജയിക്കും എന്ന് അവകാശപ്പെട്ടിട്ടില്ല. ബി ജെ പിയിലെ ചില സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരിൽ നിന്ന് എനിക്ക് നേരിട്ട് തന്നെ അറിയാം, അവരും ആറ്റിങ്ങൽ ജയിക്കാനുള്ള സാധ്യതയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ആറ്റിങ്ങൽ 2 ലക്ഷത്തിലധികം വോട്ടുകൾ 2019 ശോഭാ സുരേന്ദ്രൻ ലഭിച്ചു എന്നൊക്കെ പറയുന്നത് അന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ലഭിച്ചതാണെന്ന് ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ലഭിച്ച 1-2 ലക്ഷം വോട്ട് ഇത്തവണ വലിയ ആസ്തിയാകുമെന്നൊന്നും ബി ജെ പിക്കാർ പോലും വിശ്വസിക്കുന്നില്ല. ആറ്റിങ്ങലും വി മുരളീധരൻ ജയിക്കും എന്നുള്ള ഓരോറപ്പും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ തൃശ്ശൂരിൽ കടുത്ത മത്സരമായിരുന്നു. പക്ഷേ ചെറിയ വോട്ടിന് മുരളീധരൻ ജയിക്കാനാണ് സാധ്യത. തിരുവനന്തപുരത്തും താരതമ്യേന കടുത്ത മത്സരമുണ്ടെങ്കിലും ശശി തരൂരിനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനുമാണ് സാധ്യത എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ എന്ന് പറയുന്ന അവരുടെ സർവേയിൽ ബി ജെ പിക്ക് 27% വോട്ട് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 13-14% വോട്ടേ ബി ജെ പിക്ക് ഇന്ന് കേരളത്തിലുള്ളൂ. ഒരു 13% വോട്ട് കൂടി അവർക്ക് ലഭിക്കും എന്ന് ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ അവരുടെ സർവേയിൽ പറയുന്നു. 13%. ആ 13% എവിടെ നിന്നാണ് അതങ്ങനെ ഉണ്ടായാൽ അത് എവിടെ നിന്നൊക്കെയാണ് വരാൻ സാധ്യത എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ആ 13% 2 ഭാഗത്തു നിന്നാണ് വരാൻ സാധ്യത. മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്തായാലും വരാൻ സാധ്യതയില്ല. LDF നിന്നും കൺസിഡറബിളായിട്ട് വരാൻ സാധ്യതയില്ല. പോയാൽ തന്നെ UDF പോകാനാണ് സാധ്യത, BJP പോകാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ 13% വരാൻ സാധ്യതയുള്ള സാധ്യതയില്ല വെച്ചാൽ അത് സംബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ ഒരു കാവിയറ്റ് ഉണ്ട്. കാരണം CPM നിന്ന് BJP പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം. എന്തായാലും മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പോകാൻ സാധ്യതയില്ല. CPM നിന്ന് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. അത് ഞാൻ ആ ചർച്ചയിലേക്ക് നമുക്ക് വരാം. പിന്നെ പോകാൻ സാധ്യതയുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പോകാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ നടന്നതിനെ തുടർന്ന് അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നതിനെ തുടർന്ന് BJPക്ക് അനുകൂലമായി ക്രിസ്ത്യാനികൾ ചിന്തിക്കും എന്നുള്ള ആ നിലപാടിനകത്ത് മാറ്റമുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. BJP പോലും വലിയ തോതിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വോട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പിന്നെ BJPക്ക് 13-14% നിന്ന് 13% കൂടി വോട്ടുകൾ കൂടി 27%-ആയി BJPയുടെ വോട്ട് കേരളത്തിൽ വർദ്ധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് CPM നിന്ന് പോയ വോട്ടുകളാവാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. കാരണം UDF വോട്ട് 41%-ആയി കൂടുമെന്ന് പറഞ്ഞു. UDF 3-4% വോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായി UDF വോട്ട് കൂടുകയും BJPയുടെ വോട്ട് കൂടുകയും ചെയ്താൽ അത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അത് LDF വോട്ടിൽ നിന്ന് കുറയുകയല്ലാതെ വേറെ എവിടെ നിന്നാണ് കുറയുക? BJPയുടെ 13% വോട്ട് കൂടുന്നു. CPM വോട്ട് 35-38% ഉണ്ടായിരുന്നതിൽ നിന്ന് 29%-ആയി കുറയുന്നു എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ ഒരു 1-to-1 റിലേഷൻ എന്നുള്ള നിലയിൽ CPM നിന്ന് കുറഞ്ഞ വോട്ടുകളാണ് BJPയിലേക്ക് കൂടിയത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിലൂടെ 2 അനുമാനങ്ങളാണ് ഞാൻ നടത്തുന്നത്. ഒന്ന്, ഈ 1 മുതൽ 3 വരെയും അല്ലെങ്കിൽ 2 മുതൽ 3 വരെയും എന്നുള്ള ഈ സർവേകളുടെ കണക്കുകൾ തെറ്റാനാണ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2021-ലും 2019-ലും 2014-ലും വരെ ഈ 1-2 ഒക്കെ കണക്കുകൾ BJPയുടെ അക്കൗണ്ടിലേക്ക് ഈ എക്സിറ്റ് പോളുകാർ ഇട്ട് കൊടുത്തിരുന്നു. അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. 19-ൽ 2-3 സീറ്റ് ഇട്ട് കൊടുത്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല നമുക്കറിയാം. ഇത്തവണയും ഈ കെ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു കോഴിമുട്ടയുടെ ആകൃതി ആവാനാണ് സാധ്യത എന്നാണ് എൻ്റെ അത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ. 2, ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ സർവേ പ്രകാരം BJPയുടെ വോട്ട് ശതമാനം 27-ആയി കൂടുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ വോട്ട് CPM നിന്നായിരിക്കും ചോർന്നിട്ടുള്ളത്. അങ്ങനെ ചോർന്നിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം പ്രതി, അതിൻ്റെ ഏക പ്രതി, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.